ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 17-ാം വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു: ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തോടുള്ള മോഹവും ലോക വസ്തുക്കളോടുള്ള മോഹവും ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. നിനക്കുള്ള ഒരു മോഹം അത് നിനക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് ആ മോഹം മാറിപ്പോകുന്നു. എന്നാൽ മറ്റൊരു കാര്യത്തോട് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനോടുള്ള മോഹം വീണ്ടും ഉടലെടുക്കുന്നു. ഇത് തുടർച്ചയായി ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിനോടുള്ള മോഹം അത് ലഭിച്ചു കഴിയുമ്പോൾ മാറുകയും പിന്നീട് അതിനോടുള്ള ആഗ്രഹം ഇല്ലാതെയാവുകയും ചെയ്യുകയും അതുപോലെ മറ്റൊരു വസ്തുവിനോട്, വ്യക്തിയോട് മോഹം തോന്നുകയും ചെയ്യുന്നു. എന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവനിലുള്ള പ്രത്യേകത എന്താണ്? അത് എല്ലാ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും അതിശയിപ്പിക്കുന്നതാണ്. കാരണം ആ മോഹമായ ദൈവത്തെ നീ അനുഭവിച്ചറിയുകയും ദൈവത്തിലായിരിക്കുന്ന ആ ദൈവ സ്നേഹത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ മറ്റുള്ള വസ്തുക്കളോടോ വ്യക്തികളോടോ ഉള്ള മോഹം നിന്നിൽ നിന്ന് മായ്ച്ചു കളയുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇല്ലാതെയാവുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാ മോഹങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അവസാനം എന്ന് പറയുന്നത് ദൈവത്തിലാണ്. നീ ആ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള മോഹത്തിന് വേണ്ടിയിട്ട് നീ പ്രയത്നിക്കുകയും അത് പ്രാപിക്കുവാനായിട്ട് നീ പരിശ്രമിക്കുകയും ചെയ്താൽ നിനക്ക് ഒന്നിന്റെ പുറകെ ഒന്നായിട്ടുള്ള ഈ ലോകത്തോടുള്ള മോഹങ്ങള് ഇല്ലാതെയാകുകയാണ് ചെയ്യുക. അതിലൂടെ നിന്റെ ജീവിതം സഫലമാവുകയാണ് ചെയ്യുക. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് ഈ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.